സ്വാഗതം. ചെസ്മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ വൈറ്റ് സൈഡാണ് കളിക്കുന്നത്. എതിരെ നിൽക്കുന്നത് ഫിലിപ്പീൻസുകാരനും കേട്ടോ. ഫിലിപ്പീൻസുകാരനാണ് എതിരെ കിട്ടിയേക്കുന്നത് വൈറ്റ് സൈഡ്. ഇന്ന് തന്നെ നമ്മൾ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 3 വീഡിയോയും ചാനലിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ഓരോന്ന് കയറി കാണുക. 3 വീഡിയോസാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. ആദ്യം തന്നെ വൈറ്റ് സൈഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. D4 നീക്കി E5 നീക്കിയിട്ടുണ്ട്. നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ നൈറ്റിനെ ഇറക്കിയിട്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ വെട്ടി. പുള്ളിക്കാരൻ വെട്ടി അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. വെട്ടി വരട്ടെ. നമ്മൾ ഫ്രണ്ട് പോർഷൻ മൊത്തം തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വളരാൻ സമ്മതിക്കത്തില്ല. വെട്ടിയിട്ടുണ്ട്. നൈസിന് വെട്ടി. ഇനി നമ്മൾ വളർന്നാൽ ചെറുക്ക ഇങ്ങ് കയറി വന്ന് നമ്മുടെ രാജാവിന്റെ തലയും വെട്ടിക്കൊണ്ടങ്ങ് പോകും. അത് വേണ്ട, അത് ഒഴിവാക്കുക. വലിയ കോംപ്ലിക്കേറ്റഡ് ആയ കളിയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല രീതിയിൽ അവസാനത്തോടെ അടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ടൈറ്റ് ആക്കുന്നുണ്ട് ഈ കളി. ആർക്ക് വിജയം അത് നിങ്ങൾ അവസാനം കണ്ടാൽ മതി. എന്നാലും എൻ്റെ കിളി പോയ കളിയാണ്. എൻ്റെ കിളി നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. നല്ല കളിയായിരുന്നു മോനെ. സെന്റർ ബിഷപ്പ് C4 കളിച്ചു. ബിഷപ്പ് G4 കളിച്ച് നമ്മുടെ മെയിൻ കണ്ടന്റിനെ ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട്. മാറ്റിക്കൊണ്ട് പോകാനും പറ്റത്തില്ല, കാരണം മന്ത്രിയെ പോകും. അതുകൊണ്ട് അവിടെ നമുക്ക് എന്തായാലും പേടിക്കാൻ കാസ്ലിംഗ് ചെയ്തേക്കാം. ഫസ്റ്റ് കാസ്ലിംഗ് ചെയ്തു. എന്തായാലും എടുക്കുന്നില്ല. നൈറ്റിനെ ഇറക്കിക്കൊണ്ട് വരുവാണ്. കൂടുതൽ കരുക്കളെ അറ്റാക്കിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ. മിടുക്കനാണ്. ഫിലിപ്പീൻസുകാരനല്ലേ. എന്തായാലും മന്ത്രിയെ മാറ്റി സേഫ് സോണിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അവൻ നൈറ്റിനെ എടുക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. നൈറ്റിനെ എടുത്താൽ അവന് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി. ഞാൻ ഇപ്പൊ അടുത്ത നൈറ്റിനെ എടുത്ത് മാറ്റിക്കാം. നൈറ്റിനെ വീണ്ടും മാറ്റാനുള്ള സാധ്യത തരുന്നില്ല. ക്യൂനെ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കും. നൈറ്റിനെ രക്ഷിക്കാൻ നോക്കിയാൽ ക്യൂൻ പോകും. അറിയാമല്ലോ. ക്യൂനെ C3 കളിച്ചിട്ടുണ്ട്. H6. ഈ കളി എന്തിനാണെന്ന് നൈറ്റിനെ ഞാൻ കൊണ്ടുപോയി G5 വെക്കാതിരിക്കാൻ വേണ്ടി വെച്ച ആപ്പാട്ടോ. H6 കളിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ മാറ്റുന്നില്ല. എന്തായാലും നമ്മൾ വെട്ടുന്നില്ല. പുള്ളിക്കാരൻ എന്തോ ദയവ് കാണിച്ചു തോന്നുന്നു. നൈറ്റിനെ എടുക്കാമായിരുന്നു. ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ നൈസിന് പോയി എടുത്തത് നൈറ്റിനെ. G5. നൈറ്റിനെ നല്ല രീതിയിൽ തന്നെ അറ്റാക്കിൽ പോകുന്നു. ഇതൊരു മികച്ച മൂവ്മെന്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. പുള്ളി നൈറ്റിനെ എടുത്തു. ബിഷപ്പ് ക്യാപ്ചർ F7. ചെക്കാണ്. കിങ് E7 മാറി. മണ്ടത്തരങ്ങൾ അധികം കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഉള്ള മണ്ടത്തരങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. അറിയാത്തവർക്കും കാണുന്നവർക്കും മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാവുമല്ലോ. പുള്ളി അടുത്ത് നൈറ്റ് C6 കളിച്ചോണ്ട് വരുവാണ്. നമ്മൾ റൂക്കിനെ എടുത്തു. റൂക്കിനെ പുള്ളിക്കാരൻ കണ്ടു കാണത്തില്ല റൂക്കിന്റെ എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിട്ടു തരേണ്ട കാര്യം ഇല്ലായിരുന്നു. അവിടെ കുറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. പുള്ളി നൈസിന് മാറ്റി ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നൈറ്റ് E5. ചെക്ക് വിളിക്കുന്നു. ചെക്ക് മാറ്റിയാൽ നമുക്ക് പണിയാവുമോ എന്നറിയില്ല. പണിയാണ്. കിങ് D7 കളിച്ചു. ആ മൂവ്മെന്റ് എൻ്റെ ഒരു ബ്ലണ്ടർ ആയിരുന്നു കേട്ടോ. അങ്ങനെ മൂവ്മെന്റ് ചെയ്യാൻ പാടില്ല. പുള്ളി വീണ്ടും പവർഫുൾ ആയിട്ടാണ്. നമുക്ക് ഗ്രാഫ് ഇവിടെ കാണാൻ പറ്റും. പുള്ളിയുടെ മൂവ്മെന്റിന്റെ എൻ്റെ മൂവ്മെന്റിന്റെ എൻ്റെ കഴിഞ്ഞ മൂവ്മെന്റ് ഏറ്റ 0-ലും പുള്ളിയുടെ 9.6 ആ ഗ്രാഫ് കയറിയേക്കുന്നത്. ഇവിടെ സൂക്ഷിച്ചു കണ്ടും കളിച്ചില്ലെങ്കിൽ കളി കൈവിട്ട് പോകും 100%. അപ്പൊ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കളി നല്ലപോലെ ടൈറ്റ് ആക്കും. ഓരോ മൂവ്മെന്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ഉള്ള മൂവ്മെന്റ് ആണ്. ഓരോ മൂവ്മെന്റും ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഉറപ്പാണ്. നോക്കിയും കണ്ടും കളിക്കാതിരുന്നാൽ തോക്കും 100% ഉറപ്പാണ്.
പക്ഷെ പുള്ളി എന്തായാലും നല്ല രീതിയിൽ അറ്റാക്കിലോട്ട് തന്നെ ചെയ്യാണ്. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും പുള്ളി നീക്കുന്നില്ല. നൈറ്റിനെ വെച്ച് ബിഷപ്പിനെ വെട്ടാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും നോക്കുന്നില്ല. നേരെ കിങ്ങിന്റെ അടുത്തോട്ട് ആളെ വിടുവാണ്. എച്ച് ക്യാപ്ചർ G2 കിങ് കൊണ്ട് എടുക്കുന്നു. ഇനി അവിടെ വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ അടുത്ത മൂവ്മെന്റ് പുള്ളിക്കാർ ഇങ്ങ് അകത്ത് കയറിയിട്ട് വല്ല മന്ത്രി അങ്ങനെ എടുത്തിട്ട് ഡബിൾ മന്ത്രിയും കൊണ്ട് കളിച്ച് നമ്മൾ പെട്ടെന്ന് തോപ്പിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വെട്ടി. ബിഷപ്പിനെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ചിരിക്കുന്നത് റൂക്ക് വെച്ച് വെട്ടാൻ സാധിക്കത്തില്ല. കാരണം നൈറ്റ് ഇരിപ്പുണ്ട്. കിങ്ങിനെ മാറ്റുകയല്ലാതെ വേറെ ഒരു രക്ഷയില്ല. മാറ്റുന്നു. ബിഷപ്പ് ശക്തമായ നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് നീക്കണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. സത്യം പറഞ്ഞ എവിടെ നീക്കിയാൽ പണി പാളാതിരിക്കും, എവിടെ നീക്കിയാൽ പണി പാളും എന്നൊരു പിടുത്തവും ഇല്ല. സത്യം പറഞ്ഞ അതാണ് കാര്യം. ഭയങ്കര അപകട മേഖല. ബിഷപ്പിനെ മാറ്റിയിട്ടുണ്ട്. ബിഷപ്പിനെ മാറ്റി മന്ത്രിക്ക് ഒരു ഏണി ജാരി വെച്ചേക്കുവാണ്. ബിഷപ്പിനെ മാറ്റിയിട്ടുണ്ട്. പുള്ളിയുടെ മന്ത്രിയെ എടുക്കാനുള്ള എൻ്റെ ഒരു തീരുമാനം, മന്ത്രിയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഞാനത് മിസ്സാക്കിയത്. സത്യം പറഞ്ഞാൽ ബ്ലണ്ടറാ കേട്ടോ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമാണത്. എന്തായാലും ഞാൻ ഇപ്പോൾ കാണിച്ചത് അതിലേറെ ബ്ലണ്ടറാണ്. കാരണം ബിഷപ്പ് ഇരിപ്പുണ്ട്, ക്യൂനും ഇരിപ്പുണ്ട്. ബിഷപ്പ് എന്തായാലും അവരെടുക്കും. ചെക്ക്. ടൈം ഔട്ടായി കേട്ടോ. ടൈമൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഐശ്വര്യമായിട്ട് വീണ്ടും ഒരു കളി കൂടി തോറ്റിരിക്കുന്നു. അപ്പം ഇന്ന് തന്നെ 3 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചെസ് വീഡിയോസ് ആയതുകൊണ്ട് വ്യൂസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും ഗുഡ് ബൈ.